അങ്ങനെ ഒരിക്കൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെയും കൊണ്ട് പൊന്മുടിക്കൊരു പോക്കുപോയി. നിന്നെ നോക്കാൻ കാർത്തു ഉണ്ടായിരുന്നു കൂടെ. അവിടുന്ന് തിരിച്ചു വന്നത് നിന്റെ അമ്മയുടെ ശവവുമായിട്ടാണ്. എങ്ങനെയാ അമ്മാവ എന്റെ അമ്മ മരിച്ചത്? പറയൂ കേശവമ്മാവ. കാല് തെറ്റി ഗർത്തത്തിലേക്ക് വീണുപോയെന്നാണ് പറഞ്ഞത്. എങ്ങനെ കാല് തെറ്റി? പറയില്ലല്ലേ? എനിക്കറിയാവുന്നവരെ ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കറിയാം? അവരോട് ചോദിക്കും. പറഞ്ഞു തുടങ്ങിയത് പറഞ്ഞു തീർക്കണമല്ലോ. അതിനുശേഷം നിന്റെ അച്ഛൻ നാവ് മുറിച്ചു കളഞ്ഞ പോലെയായി. ആട്ടവുമില്ല, പിണ്ടാട്ടവുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊന്ന് പൊന്മുടി കാണണമെന്ന്. മറുപടിയും കിട്ടിയല്ലോ. കിട്ടി. പൊന്മുടി എന്ന പേര് പോലും കേൾക്കുന്നത് ദിവാകരന് ഇഷ്ടമല്ല. എന്തായാലും എനിക്കവിടെ പോണം. അമ്മ വീണ് മരിച്ചെടുത്ത്. നിങ്ങളൊക്കെ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയെ പറ്റിയല്ലേ ചോദിക്കുന്നത്. എന്തായാലും എന്നോട് പറഞ്ഞാലെന്താ? അതിനെന്തെങ്കിലും പറയാനുണ്ടായിട്ട് വേണ്ടേ? കാർത്തി ചേച്ചിയും പറയില്ലല്ലേ? കണ്ടതും കേട്ടതും ഒക്കെ ഞാനും പറഞ്ഞു. ഇനി എന്താന്നാ? ഈ ചേട്ടൻ ഒരുത്തനാ കുഞ്ഞിന്റെ മനസ്സ് അലങ്കോലപ്പെടുത്തിയത്. എടി കാർത്തു, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഞാനും അത് തന്നെയാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിങ്ങനൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്യണോ? എടി കാല് തെറ്റിയ കാര്യം പറഞ്ഞപ്പോ എന്റെ വാക്ക് തെറ്റിയതല്ല കുഴപ്പം. പൊന്മുടിയിലേക്ക് പോണോന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർക്കുന്നു. അതാ കാര്യം. മനസ്സിലായോ? എന്നാ പിന്നെ കുഞ്ഞിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ഇപ്പൊ ഒരു വഴി? ഞാനങ്ങ് പറഞ്ഞു തരാം. ആയാ കോയാന്നും പറഞ്ഞ് നീയും പോയതല്ലേ പൊന്മുടിക്ക്. എല്ലാം അങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞു കൊടുക്ക്. ആ നാശം പിടിച്ചവൻ അവിടെ വെച്ച് കണ്ടതും അത് കാരണം. പിന്നെ അല്ലാതെ എന്തോന്ന് ചെയ്യോടി? ഇത് കുഞ്ഞു ഒരു വാശിക്കാരിയാ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്റെ ഈശ്വര.